അതായത് മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിലെയും ജിംനേഷ്യം സെന്ററുകളിലും ഫിറ്റ്നസ് സെന്ററുകളിലും കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതായത് ഈ ഫിറ്റ്നസ് സെന്ററുകളിലും ജിംനേഷ്യത്തിലും ഈ അവിഹിത ബന്ധങ്ങളും ഈ ലൈംഗിക പീഡന പരാതികളും അതുപോലെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഈ ജാതി മാറലും മറ്റ് കൺവെർട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ. ജിമ്മുകൾക്കുമൊപ്പം തന്നെ ഫിറ്റ്നസ് സെന്ററുകൾക്കുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നൊരു നോട്ടീസ് ഇപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിലെ യൂത്ത് അഫയേഴ്സ് യുവജനകാര്യ മന്ത്രാലയത്തിനുമാണ് ഇപ്പോൾ ഈ നോട്ടീസ് പോയിരിക്കുന്നത്. DG സ്പോർട്സ് അതോറിറ്റി. അതായത് ഒരുപാട് ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ജിംനേഷ്യം സെന്ററുകളിനെ കേന്ദ്രീകരിച്ച് ഒരുപാട് ലൈംഗിക പരാതികളും ഒരുപാട് അവിഹിത ബന്ധങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതായത് മുമ്പൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തരം തരിപ്പ് കേസുകൾ കംപ്ലീറ്റ് ഈ ഫേസ്ബുക്കിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീട് ഈ ടിക്ടോക്ക് പറഞ്ഞ സാധനം വന്ന സമയത്ത് ടിക്ടോക്കിൽ കുറെ കൊച്ചവന്മാരും കുറെ തൈക്കളവികളും കുറെ മധ്യവയസ്കളും ഇതില് വലിയ വലവീശിണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ ടിക്ടോക്ക് നിന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമില് ഇതായപ്പോൾ വളരെയേറെ ഈ തൈക്കളവികളും ഈ മധ്യവയസ്കളും അതുപോലെ ഇതില് ഈ ഇതിന് താല്പര്യമുള്ള കുറെ ടീമുകൾ വളരെ സജീവമായി മാറി. പിന്നീട് ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ കൂണ് പോലെയുള്ള ജിംനേഷ്യം സെന്ററുകൾ, അതായത് ജിംനേഷ്യം സെന്ററുകളിൽ കംപ്ലീറ്റ് ലൈസൻസ് ഉള്ളവനോ അല്ലെ അതിന്റെ മാനദണ്ഡങ്ങളൊന്നും സ്ട്രിക്റ്റ് അല്ല. ഓക്കെ, ഏത് ചാക്കനും പോക്കനും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലേക്ക് ധാരാളം എന്താ പറയുക ട്രെയിനിങ്, 3 മാസം കൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, 6 മാസം കൊണ്ട് മറ്റേ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ജിംനേഷ്യത്തിന്റെ വളരെ ഇതായിട്ട് നടത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും വാങ്ങിയിട്ട് അങ്ങനെ വന്നിട്ട് ഒരു മറ്റേ ഫിറ്റ്നസിന്റെ ഒരു ABCD അറിയാത്ത ടീമുകളാണ് ഇത് ഈ ജിംനേഷ്യം സെന്ററൊക്കെ ഇട്ട് ഇതാക്കുന്നത്. അവിടെ മെയിനായി നടക്കുന്നത് മറ്റേ ഈ അവിഹിത ബന്ധങ്ങളും അതുപോലെ തന്നെ ലൈംഗിക പീഡനങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ഫീൽഡിൽ കുറെ കാലം ഉള്ളത് കൊണ്ട് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഭാഗത്ത് ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ കേട്ടാ, അപ്പൊ ഇവനും അവിടെ വന്ന ഒരു ഇവൻ കറക്കി, പിന്നെ അവര് തമ്മില് ബന്ധങ്ങളായതിനു ശേഷം ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞാണ് കേട്ടാ. ഭർത്താവ് പതിപോലെ ദുബായിൽ പോയി. അപ്പോൾ ഇവര് തമ്മില് ഭയങ്കര അവിഹിത ബന്ധങ്ങൾ ഉടലെടുത്തു. ലാസ്റ്റ് കുറെ കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഒരു റൂമൊക്കെ എടുത്ത് ഇവന്റെ മൊബൈലാണല്ലോ ഇപ്പോൾ എല്ലാ സ്റ്റോറികളിലും ഒരു വില്ലൻ എന്ന് പറയുന്നത്. ഇവന്റെ മൊബൈൽ എടുത്തിട്ട് ഇവളിങ്ങനെ നോക്കുന്ന സമയത്ത് അതേ ജിംനേഷ്യം സെന്ററിൽ തന്നെ വേറൊരു ചങ്ങാതിന്റെ വേറൊരു പെൺകുട്ടിയും ഈ ഫിറ്റ്നസിലെ ഈ ട്രെയിനറും തമ്മിൽ ഒരുപാട് കാണാൻ പാടില്ലാത്ത ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസും എനിക്ക് കണ്ടു. പിന്നെ ഇവര് തമ്മിത്തല്ലായി. ലാസ്റ്റ് പെണ്ണുങ്ങൾ തമ്മിത്തല്ലും തലപൊളിയായി. മൊത്തം മറ്റേ കേസായി. ഇവിടെ കേസ് കൊടുക്കുന്നതായി. അപ്പൊ ഈ പഴയ മറ്റേ എന്നെ ചതിച്ചാണ് ഈ ട്രെയിനർ പറഞ്ഞ മൊത്തം അത് പോലീസ് കേസും മൊത്തം ഇവിടെ വലിയ അങ്കലപ്പായി മാറി. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഫിറ്റ്നസ് സെന്ററിന്റെ പേരിലും അതുപോലെ തന്നെ ജിംനേഷ്യം സെന്ററിന്റെ പേരിലും അതിന്റെ ഇതിലെ ഒരുപാട് അവിഹിത ബന്ധങ്ങളും അതുപോലെ തന്നെ ലൈംഗിക പരാതികളും ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇതില് യൂണിസെക്സ് ജിംനേഷ്യത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേട്ടാ. ബാക്കി കുറച്ച് നന്നായി നടക്കുന്ന ഫിറ്റ്നസ് സെന്ററുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലേഡീസ് മാത്രം നടത്തുന്ന ഫിറ്റ്നസ് സെന്ററുകളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ഈ വലിയ പരാതികളൊന്നുമില്ല. ഇത് യൂണിസെക്സ് ഇതിൽ പോയി ചേരുകയും ചെയ്യും. അവിടെ ഇതിനായിട്ട് നടക്കണ ആമ്പിള്ളേരും ഉണ്ട്. അപ്പൊ വീട്ടുകാർ വിചാരിക്കുന്നത് എന്താണ്, മകള് ഒരു ഫിറ്റ്നസ് സെന്ററിൽ ചേർന്നു അല്ലെങ്കിൽ ഒരു ജിംനേഷ്യം സെന്ററിൽ പോയി ഒരു മോഡേൺ ഒരു ഇതിന്റെ പര്യായി മാറി. ഇന്നത്തെ കാലത്ത് മകള് ഒരു ജിമ്മിക്ക് പോകുന്നു,
അല്ലെങ്കിൽ മകൻ ഒരു ജിമ്മിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ വലിയ ഗർവായി. പക്ഷെ മകൾ അവിടെ പോയിട്ട് എന്താ ചെയ്യണമെന്ന് ഈ തള്ളിയിൽ നന്ദി അന്വേഷിക്കൂല. അവിടെ എന്താണ്, അവിടെ ഏറ്റവും സേഫായ ഒരു സ്ഥലമാണ്. അവിടെ കണ്ണി കണ്ട അവിടെ ഇതിനായിട്ട് വരുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ ജിംനേഴ്സ് സെന്ററിൽ 80% 90% ഈ എന്താ പറയാ കോഴികൾ പറയില്ലേ, അതായത് ആ പെൺപിള്ളേർ വരുന്ന അതേ സമയത്ത് പോയി വരിക, ഇവരിനെ എങ്ങനെയെങ്കിലും കറക്കിയെടുക്കുക. പിന്നെ അവിടെ തന്നെ മറ്റ് ബന്ധങ്ങള്. അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്തിനായിട്ട് മെയിനായിട്ട് വരുന്നത് കേട്ടാ, പകുതി മുക്കാലും അവിടെ ഒരു 2 മണിക്കൂർ വീട്ടിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യമായി. പിന്നീട് അവിടെ പെൺപിള്ളേർ ആൺപിള്ളേരും കൂടി തമ്മിൽ തല്ലുക ഇതിന്റെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ. അല്ലെങ്കിൽ ഇവന്റെ ഈ ട്രെയിനർ എന്ന് പറയുന്നത് എന്തായാലും അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, മുട്ടി വരമി എന്തായാലും ടച്ച് ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെ വിചാരിക്കണത് ഈ ട്രെയിനറിലെ ഇവളെ മാത്രമാണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കണെന്നാണ്. ഇവന്റെ പണി അത് തന്നെയാണെന്ന് പിന്നീട് അവിടെ മനസ്സിലാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രശ്നങ്ങളായി. പിന്നെ ഇതുകളിനൊക്കെ വിട്ടാക്കുന്ന ഈ ജിംനേഴ്സ് സെന്ററിൽ രാവിലെ നേരത്തെ 4 മണിക്കും 3 മണിക്കും വിട്ടാക്കുന്ന കെട്ടിയന്മാര് ഒരു വലിയൊരു വിഭാഗമുണ്ട്. എന്താ പറയാ, ഒരു കഴിവില്ലാത്ത ടീമുകളായിരിക്കും മെയിനായിട്ട്. അപ്പൊ കെട്ടിയവള് എന്താ പറയാ വീട്ടിൽ പണിയും ചെയ്യാണ്ട് ഫിറ്റ്നസ് ആന പൂന പറഞ്ഞിട്ട് ജിമ്മിലേക്ക് പോവും. ഇപ്പൊ കെട്ടിയന്മാരെന്ന് പറയുന്നത് 7:30-8 മണിക്കായിരിക്കും എണീച്ച് വരുന്നത്. അപ്പൊ ഈ ടീമുകളുടെ ഭാര്യമാരാണ് ഇവിടെ മെയിനായിട്ട്. ഒരു മധ്യവയസ്ക കഴിഞ്ഞ ടീമുകളാണ് ഇതില് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാം കൂടി എന്താ പറയാ, എല്ലാ വിഹിത ബന്ധങ്ങളും നല്ല തഴച്ചു വളരുന്ന ഒരു സെന്ററുകളായി മാറി ഈ ജിംനേഴ്സ് സെന്റർ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ പിന്നെ മത കൺവേർട്ട് അധികവും ഇല്ല. നമ്മുടെ ഇവിടുത്തെ ജിംനേഴ്സ് സെന്ററുകളിലും യൂണിസെക്സ് ജിംനേഴ്സ് സെന്ററുകളിലും ബോഡി ഫിറ്റ്നസ് സെന്ററുകളിലും ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധങ്ങളും ലൈംഗിക പരാതികളും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗങ്ങളാണ് ഇവിടെ കൂടുതൽ. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത കൺവേർട്ടുകൾ, മനസ്സിലായ, അതായത് മതം മാറ്റുക, അതിനുവേണ്ടി ഒരു വലിയൊരു എന്താ പറയാ വിഭാഗം, വലിയൊരു ഗ്രൂപ്പ് അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഈ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് പരാതി കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പിന്നെ ലഹരിയും ഇത് തന്നെയാണ്. എന്താ പറയാ അവിഹിത ലൈംഗിക പരാതികൾ ഇഷ്ടം പോലെ. അതായത് ഈ അടുത്ത കാലത്ത് വന്ന പരാതികളിൽ മെയിനായിട്ട് ഈ ലൈംഗിക പീഡന പരാതികളിൽ ജിംനേഴ്സ് സെന്ററിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ഈ ജിംനേഴ്സ് സെന്ററിലേക്ക് പെമ്പിള്ളേരെ വിട്ടാക്കുന്നത് തന്തയും തള്ളയും വളരെ ശ്രദ്ധിക്കുക. മക്കൾ 4 മണിക്കും 3 മണിക്കും പോണത് ഒരു വീട്ടിൽ നിന്ന് ഒരു സേഫ് കിട്ടാനും അവിടെ അവര് ട്രെയിനിങ്ങിനും തേങ്ങാക്കൊലയ്ക്കൊന്നും അല്ല പോകുന്നത്, മെയിനായിട്ട് മറ്റു ബന്ധങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ ജിംനേഴ്സ് സെന്ററിൽ നിന്നൊക്കെ ഈ കൂടുതൽ അവിഹിത ബന്ധങ്ങൾക്ക് കാരണങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഈ ജിംനേഴ്സ് സെന്ററിൽ നിന്നൊക്കെ ഒരുപാട് ടൂറ് പോകുന്നുണ്ട് അല്ലേ. അതായത് ചില ജിംനേഴ്സ് സെന്ററിൽ 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ 2-3 ദിവസം ടൂറാണ്. അപ്പൊ ഇവര് ഒരു ഗ്രൂപ്പായിട്ട് പോകണ്ട് എന്നൊക്കെയാണ് ഇവര് വീട്ടിലൊക്കെ പറയുക. നോക്കുന്ന സമയത്ത് ജോഡിയായിട്ട് ഇവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ടൂർ പോക്കാണ് ഇവിടെ. ഈ അടുത്ത കാലത്ത് കിട്ടിയ പരാതി അങ്ങനെയാണ്. അവിടെ നിന്ന് മൂന്നാറിലെ ഈ ജിമ്മുകളൊക്കെ കൂടി കാമുകിയും എല്ലാവരും കൂടിയിട്ട് അടിപിടിയായി മൊത്തം അവിടെ വലിയൊരു പോലീസ് കേസായി മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പൊമ്മക്കള് രാവിലെ നേരത്തെ 3 മണിക്കും 2 മണിക്കൊക്കെ ജിമ്മിക്ക് പോകുന്ന സമയത്ത് ഒരു ശ്രദ്ധ വെക്കുക. അല്ലെങ്കിൽ ഓരോന്ന് വീട്ടില് കരഞ്ഞു തൊഴിച്ച് ആത്മഹത്യകളും മറ്റും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളും എല്ലാം പിടിച്ച് ഒരു ദിവസം നിങ്ങളുടെ പൊമ്മക്കളുടെയും ഫോട്ടോയും വീഡിയോയും ന്യൂസ് ചാനലുകളിൽ വരുന്നതാണ് പറഞ്ഞു വരുന്നത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി മാഫിയകളുടെ കൂടെ പിടിച്ച പിള്ളേരുടെ കൂടെയൊക്കെ ഒരു പെൺപിള്ളേരുണ്ടാവും. പെൺപിള്ളേരായിരിക്കും കൂടുതൽ. മുമ്പ് ഇങ്ങനത്തെ അവിഹിത ബന്ധങ്ങളിലും അതുപോലെ തന്നെ ഈ ലൈംഗിക പീഡന ഇതിലും ലഹരി പിടിച്ചു എന്നുള്ള വേട്ടകളിൽ കഞ്ചാവ് MDMA ഒക്കെ പിടിച്ചതിൽ ആണുങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. എല്ലാ പിടിച്ചതിലും 2-3 പെണ്ണുങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ പെണ്ണുങ്ങൾ മാത്രമായിരിക്കും അവിടെ. ഓക്കെ, ആ ഗ്രൂപ്പില്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഈ പിള്ളേരെ അവിടെ ജിംനേഴ്സ് സെന്ററിൽ പോയിട്ട് എന്താ കാട്ടണേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മേൽനോട്ടത്തിൽ മാത്രം പോയാൽ മതി. അതായത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻസ് ഈ ലഹരി പദാർത്ഥങ്ങളെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈംഗിക പീഡന പരാതികളും ജിംനേഴ്സ് സെന്ററുകളിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുള്ള പരാതിയിൽ ഈ പല ആളുകളും ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എന്താ പറയാ ന്യൂ ഇയർ ടൈമിലൊക്കെ ഒരുപാട് എക്സൈസും
പോലീസൊക്കെ ഒരുപാട് ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അത് ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ന്യൂ ഇയർ ഫംഗ്ഷനോ അല്ലെങ്കിൽ പ്രത്യേക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെക്കിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നേ ഇല്ല. ഓക്കെ, അതായത് ഇവര് അവിടെ അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ധാരാളം MDMA മറ്റേ ഇതിൽ അപ്പോൾ ധാരാളം പ്രോട്ടീൻ പൗഡർ ഒരു ഇത് ഒളിപ്പിച്ച് വെക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പ്രോട്ടീൻ പൗഡറിൻ്റെ ഉള്ളിൽ ഇത് കൊണ്ട് വെക്കുക, കഞ്ചാവ്. ഇത് ആളുകൾ ശ്രദ്ധിക്കില്ല, മീൻസ് ലേഡീസ് ആണ്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ജിന്നേഴ്സ് സെന്ററിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പിടിച്ച കംപ്ലീറ്റ് രാവിലെ ജിമ്മിലൊക്കെ പോകുന്ന ഈ പെമ്പിള്ളേരിൽ നിന്നാണ് ഈ സാധനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക ജിമ്മിലേക്ക് പോകുന്ന സമയത്ത്. അതുപോലെ ജിന്നേഴ്സ് സെന്ററിൽ 100% പോണത് തെറ്റാണെന്നല്ല പറയുന്നത്. നല്ല പ്രോപ്പറായി നടക്കുന്ന നല്ല ട്രെയിനിങ് കഴിഞ്ഞ ജിന്നേഴ്സ് സെന്ററുകൾ ഉണ്ട്. നല്ല പ്രോപ്പറായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ട്രെയിനിങ് സെന്ററുകളും നല്ല രീതിയിൽ പോകുന്ന ജിന്നേഴ്സ് സെന്ററുകളും ഉണ്ട്. പെമ്മക്കളെ വിട്ടാക്കുന്ന സമയത്ത് രണ്ടാമതൊന്ന് ആലോചിച്ച് എന്താ പറയുക ആ ഫിറ്റ്നസ് സെന്ററിനെ കുറിച്ചും അതിലെ ട്രെയിനറെ കുറിച്ചും എല്ലാം നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മളെ പെമ്മക്കളെ വിട്ടാക്കുക. അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് മറ്റേ എന്താ പറയുക പെമ്മക്കളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ വെളിയിൽ വരാൻ സാഹചര്യം ഒരുക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.